നമ്മൾ മനസ്സിലാക്കണം. അറിവ് പഠിച്ച് ആ അറിവിലൂടെ നമുക്ക് മനസ്സിലായ റൂട്ടിലൂടെ നീങ്ങണം. ഇതാണ്. അറിവില്ലാതെ ഒരിക്കലും ഒരു വഴിയിലൂടെ പോയാൽ അപകടമാണ്. അറിവില്ലാത്തവർ പണ്ഡിതന്മാര് പറഞ്ഞു കൊടുക്കുന്നതും ചൊല്ലിയിട്ട് പാപ്പാര് ജീവിച്ചു പോയ 5 വക്ത് നിസ്കാരം നോമ്പും ദിക്റും അത് മതി. മറ്റൊരു വഴിയിലേക്ക് പോകുമ്പോൾ ആരാണതിന്റെ ആള് അന്വേഷിക്കണം. നമുക്ക് അയാളെ പറ്റി അറിയില്ല, പോകരുത്. പഠിക്കണം, അറിയണം, വ്യക്തമായിട്ട് മനസ്സിലായ ശേഷമേ പോകാവൂ. സഹോദരന്മാരെ, പേടിക്കേണ്ട കേസാണ്. അല്ലാഹുവിലേക്ക് എത്താനുള്ള റൂട്ടിൻ ത്വരീഖ ശരീഅത്തുൻ ത്വരീഖത്തുൻ വഹഖീഖത്തുൻ ഫസ്മഅ ലഹാ മാ മുത്തിലാ. അല്ലാഹുവിലേക്ക് എത്താനുള്ള റൂട്ട് 3 3 റൂട്ടിലൂടെയാണ് അല്ലാഹുവിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞാൽ ഏത് റൂട്ടിലൂടെ പോയാലും എത്തുന്നല്ല. 3 റൂട്ടുകൾ, 3 വഴികൾ സഞ്ചരിച്ചാലേ അല്ലാഹുവിലേക്ക് എത്തൂ. ഒന്നാമത്തെ വഴി ഏതാണ്? ആ വഴിയിൽ കടക്കാതെ രണ്ടാമത്തെ വഴിയിൽ കടക്കാൻ കഴിയില്ല. രണ്ടാമത്തെ വഴി ഏതാണ്? അതിൽ കടക്കാതെ 3-ാം വഴിയിൽ കടന്നിട്ട് കാര്യമില്ല. ഏതാണ് ഒന്നാമത്തെ വഴി? ഞാൻ ആരുടെ പാട്ടുകളാണ് പാടുന്നത്? ഔലിയാക്കന്മാരുടെ റൂട്ട് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് ഇൽമിനെ വിതറിയതായ പഴയ വാളുകളിൽ കേട്ട വയസ്സന്മാർ ഇവിടെ ഉണ്ടായിരിക്കും. പഴയ ഉസ്താദുമാർ വാളിനെ എഴുന്നേറ്റ് നിന്നാൽ അവരൊരു ഖാല അല്ലാഹു അസ്സ വജൽ പറയും, പിന്നീട് ഒരു ഖാല റസൂലുള്ളാഹി പറയും, പിന്നീട് ഒരു ഉലമ ഉമ്മത്ത് മുഹമ്മദ് പറയും. അതിനുശേഷം അവര് പറയുന്നൊരു വാക്കുണ്ടായിരുന്നു, പൊന്നാനി എന്ന ബന്ദറിൽ വന്ന് ജഹ്ലെന്ന് പറയുന്ന കാട് വെട്ടി, ഇൽമെന്ന് പറയുന്ന വിത്ത് വിതച്ച്, അമലെന്ന് പറയുന്ന മരം മുളപ്പിച്ച നമ്മുടെ ഉപ്പാപ്പ സൈനുദ്ദീൻ മഖ്ദൂം എന്ന ഖോജാ റളിയല്ലാഹു അൻഹു എന്നും കൂടെ സമൂഹത്തൊന്ന് പറയിപ്പിച്ച് നാവിനൊരു ബറക്കത്ത് കിട്ടി. അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലി, തൻസീഹിന്റെ പിശാച് പോകുന്ന തസ്ബീഹ് ചൊല്ലി, മഹാനായൊരു വ്യക്തിയുടെ തർളിയത്തും ചൊല്ലിയായിരുന്നു. ആ നാവിനും ആ കാതിനും ബറക്കത്ത് കിട്ടിയിട്ടായിരുന്നു പഴയ കാലത്തെ വാളുകൾ. ആ വാള് ഫലിച്ചിരുന്നു. അതൊക്കെയാണ് മഖ്ദൂം തങ്ങൾ എന്ന് പറയുന്നത്. ആ മഖ്ദൂം ഔലിയാക്കളുടെ വഴി ഇതാണ് കേട്ടോ, ഇതല്ലാത്തത് ഔലിയാക്കളുടെ വഴിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് താൻ എഴുതിയ കിതാബാണ് കിതാബുൽ അദ്കിയാ. മമ്പുറന്തങ്ങൾ ഒരാളെടുത്ത് അവതരിക്കുമോ? ഏർവാടി ശ്രോതാക്കന്മാര് അവതരിക്കുമോ? അവതാരങ്ങളല്ല അവര് സഹോദരന്മാരെ. മമ്പുറന്തങ്ങൾ ബന്ധപ്പെടുമോ? ബന്ധപ്പെടും, അവതരിക്കില്ല. ഏർവാടി ശ്രോതാക്കൾ ബന്ധപ്പെടുമോ? ബന്ധപ്പെടാം. പക്ഷേ മനസ്സിലാക്കണം, ഏർവാടി ശ്രോതാക്കൾ ഈ പെണ്ണിന്റെ ദേഹത്തുണ്ടെന്ന് പറയാൻ പാടില്ല, മമ്പുറന്തങ്ങൾ ഉണ്ടെന്ന് പറയാൻ പാടില്ല. മഹാന്മാരൊരു പെണ്ണിന്റെ ദേഹത്ത് തൊടുകയില്ല, വഫാത്തിന് മുമ്പും ശേഷവും തൊടുകയില്ല. അവരൊരു പക്ഷേ അവിടെ ഹാളിറായേക്കാം. ഹാളിറായത് മമ്പുറന്തങ്ങളാണെന്ന് നമുക്കറിയാൻ എങ്ങനെ കഴിയും? ഏർവാടി ശ്രോതാക്കളാണെന്ന് എങ്ങനെ അറിയും? അറബി സംസാരിക്കുന്നു, ഞാൻ മമ്പുറന്തങ്ങളാണെന്ന് പറയുന്നു, നിന്റെ വീട്ടിനകത്തുള്ള സാധനങ്ങളുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീ വന്ന ലക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിന്റെ രോഗത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറുടെ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്, സ്കാനിങ്ങിന്റെ മുമ്പ് രോഗം പറഞ്ഞിട്ടുണ്ട്, രോഗം മാറ്റി തന്നിട്ടുണ്ട് എന്നതുകൊണ്ട് മമ്പുറന്തങ്ങളാകുമോ? ഇല്ല ഇല്ല. അഇമ്മത്ത് അതിനെതിരാണ്. ഒരു കിതാബും അതിനനുകൂലമല്ല. മുസ്ലിം ഉമ്മത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. മമ്പുറന്തങ്ങൾ വന്നേക്കാം സദസ്സുകളിൽ, ഏർവാടി ശ്രോതാക്കൾ വന്നേക്കാം സദസ്സുകളിൽ. പക്ഷേ അത് ഏർവാടി ശ്രോതാക്കളാണെന്ന് ഉറപ്പിക്കാൻ നമുക്കൊരു വഴിയുമില്ല, ഒരു വഴിയുമില്ല. അതുകൊണ്ട് തന്നെ പേടിച്ചു വേണം അത്രയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. ഏർവാടി ശ്രോതാക്കന്മാരുടെ ഗുരുത്തക്കേട് വാങ്ങുന്ന പരിപാടിയാണ്. പല സ്ഥലത്തും അങ്ങനെയുണ്ട്. ഏർവാടി ശ്രോതാക്കൾ ഇവിടെ വരികയാണ്, വന്നേക്കാം. പക്ഷെ ഇത് ശ്രോതാക്കളാണെന്ന് ആര് പറഞ്ഞു നിന്നോട്? അറബിയിൽ സംസാരിച്ചോ? സുബ്ഹാനല്ലാഹ്, നേരിട്ട് വന്നിട്ട് ഞാൻ എന്നാളെ മോനാണെന്ന് പറഞ്ഞിട്ട് എത്ര ആൾക്കാർ കാശ് പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ മനുഷ്യന്റെ മുഖത്ത് വെക്കുന്ന ആൾക്കാരെ പറ്റിക്കും കേട്ടോ. ഇപ്പൊ കാണാത്തൊരു ലോകം, എന്നിട്ട് കാണാത്ത ലോകത്ത് ഏർവാടി ശ്രോതാക്കന്മാർ വന്നിട്ട് ഞാൻ ഏർവാടി ബാത്തിശയാണ്. ആര് പറഞ്ഞടോ നിന്നോട് ഇത് ബാത്തിശയാണെന്ന് പറഞ്ഞതുകൊണ്ട് ബാത്തിശയാകുമോ? നീ കണ്ടിരുന്നോ? പിശാചുക്കൾ ഇറങ്ങി ബാത്തിശയുടെയും മമ്പുറന്തങ്ങളുടെയും പേരിൽ ഇറങ്ങുന്നു എന്നല്ലാതെ അധികവും പിശാചിനക്ക് ഈ ലോകത്ത് പഴപ്പിക്കാൻ പല മാർഗങ്ങളുമുണ്ട്. സൂഫിയാക്കളുടെ പേര് പറഞ്ഞ് പിശാചുകൾ ഇറങ്ങുമെന്ന് അയിമത്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. രോഗം മാറ്റലാണോ മാനദണ്ഡം? ശരീഅത്തിന്റെ മാനദണ്ഡം. രോഗം പലതുകൊണ്ടും മാറും. വൈബുകൾ പലരും പറയും. ഇബ്ലീസിനെ പോലെ വൈബറിയുന്നവർ അല്ലാഹു തആല പടച്ച അമ്പിയാക്കളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ?
ഇബ്ലീസ് എന്തെല്ലാം പറയും? ഇബ്ലീസിന്റെ മക്കളല്ലേ പിശാച്. അവന് വന്നു ഏതെങ്കിലുമൊക്കെ പറയുന്നത് വിശ്വസിക്കുകയോ ആ പടിയിലേക്ക് കയറിയാൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. സൂക്ഷിക്കണം സഹോദരന്മാരെ. കണ്ട കള്ളന്മാരുടെ കൂടെ നാം പോകുന്നത് സൂക്ഷിക്കണം. നാം സൂക്ഷിക്കണം. ശരീഅത്തനുസരിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ, വളരെ ചിട്ടയിൽ ജീവിച്ചൊരു സ്ത്രീ, ശരീഅത്ത് പഠിച്ചതായ ഒരു സഹോദരൻ, അവൻ ദീൻ അറിയുന്നവനാണ്. അല്ല, പഠിച്ചിട്ടില്ല. അല്ലാഹു അയാൾക്കെല്ലാം കൊടുത്തിട്ടുണ്ട്, എന്നാലും മതി. അങ്ങനെ ഓതി പഠിച്ച ആളാകണമെന്നൊന്നും ഞമ്മക്ക് നിയമല്ല. ഖളിർ അലൈഹിസ്സലാം അല്ല, എത്രയോ അമ്പിയാക്കൾ അവരാരെ കയ്യിൽ നിന്ന് ഓതി പഠിച്ചവരല്ല. എല്ലാവരും അല്ല. ചില നബിമാർക്കൊക്കെ അള്ളാഹു നേരിട്ട് വഹി കൊടുത്തതാണ്. ചില ഔലിയാക്കൾ അങ്ങനെയുണ്ട്, ഓതി പഠിച്ചിട്ടില്ല, ഒരു കിതാബും അവർ ഓതിയിട്ടില്ല. അലിയുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു, അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു. പക്ഷേ ഒരു 1400 വർഷമായി ഈ ഉമ്മത്തിന് ഇവിടെ തുടക്കം കുറിച്ചിട്ട്, മുസ്ലിം ഉമ്മത്തിന്, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്. ഈ 1400 വർഷങ്ങളുടെ ആയിട്ട് എന്റെ ഈ 10 വിരലിൽ എണ്ണാൻ മാത്രം ഒരു വലിയനെ, ഇങ്ങനെയുള്ള ഒരു വലിയനെ പറയാൻ കഴിയില്ല. 10ൽ താഴെയുള്ളൂ സഹോദരന്മാരെ, 10ൽ താഴെയുള്ളൂ സഹോദരന്മാരെ. നമ്മൾ മനസ്സിലാക്കണം, വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. അലിയുൽ ഖവ്വാസ്, അബ്ദുൽ അസീസ് ദബ്ബാഗ്, ഇങ്ങനെ എണ്ണിയാൽ 10ൽ താഴെ ഔലിയാക്കളെ എങ്ങനെയുള്ളൂ കിതാബ് ഓതി പഠിക്കാതെ വലിയായവർ. നമ്മൾ മനസ്സിലാക്കണം, വളരെ ഗൗരവമുള്ളതാണ്. ഓതി പഠിക്കണമെന്നൊന്നുമില്ല, പക്ഷെ അയാൾക്ക് ദീൻ അറിയണം. മഹാനായ ഇമാം ഖുശൈരി തങ്ങൾ ഹിജ്റ 400 മുമ്പ് എഴുതിയ ഗ്രന്ഥമാണ്. 1000 വർഷമായി പോയി റിസാലത്തുൽ ഖുശൈരിയ. അതിന്റെ തുടക്കത്തിൽ മഹാനവകൾ പറയുന്നു, ഇത് ഞാൻ സൂഫി ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള മുസ്ലിമീങ്ങൾക്ക് എഴുതുന്ന ഒരു ലെറ്ററാണ്. അതുകൊണ്ട് റിസാല എന്ന് പറഞ്ഞ ലെറ്റർ എന്നാണ്. ആ ഗ്രന്ഥം അറിയുന്ന ഉസ്താദുമാർ ഈ സദസ്സിലും ഈ സ്റ്റേജിലുമുണ്ട്. അത് അവരൊക്കെ കയ്യിലുമുണ്ട്. അത് നോക്കിയവരായിരിക്കും അവർ. അത് റിസാല നോക്കാത്ത ഒരു മൂല്യരാവും തോന്നുന്നില്ല. കരിങ്കപ്പാറ ഉസ്താദിന്റെ വീട്ടിൽ റിസാലയ്ക്ക് വിശാലമായ ഒരു വിശദീകരണമുണ്ട്. നതായിജുൽ അഫ്കാർ. എവിടെയും കിട്ടുകയില്ല ആ വിശദീകരണം. ഉസ്താദുമാരൊക്കെ അത് കയ്യിൽ കൊണ്ടു നടക്കുന്നവരായിരുന്നു. ശാലിയാത്തിയുടെ റിസാല വലിയ വിശാലമായി ശറഹ് എഴുതിയതാണ്. കൈപ്പറ്റ ഉസ്താദിന്റെ റിസാല വിശാലമായി ശറഹ് എഴുതിയ കിതാബാണ്. അതിനവർ വലിയ ബഹുമാനം കൽപ്പിച്ച കിതാബാണ്. ആ കിതാബിൽ പറയുന്നു, വെറുതെ അങ്ങട്ട് ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആളാണ്, ഞാൻ വലിയാണ്, ഞാൻ അറിവുള്ളവനാണ്, ഞാൻ മുറബ്ബിയായ ശൈഖാണ്, തരീഖത്തുകാരനാണ് എന്ന് പറഞ്ഞിട്ടൊരാൾ വന്നാൽ അവനോട് ബാബു ത്വഹാറത്ത് മുതൽക്ക് ഈ തുഖിന്റെ ബാബു വരെ ചോദ്യം ചെയ്യണേ. അതിന്റെ മുഴുവൻ മസലകളും അവൻ പറയണം. പറയാൻ കഴിയില്ലെങ്കിൽ അവൻ ശൈഖല്ല. ഓൻ ഓതി പഠിച്ചോണമെന്നില്ല, പഠിച്ചോ അറിവ് വേണം. അഖബത്തുൽ ഇൽം, അറിവിനെ പറ്റൂ. അറിവ് ഓതി പഠിച്ചോണമെന്നില്ല, അല്ലാഹ് അങ്ങോട്ട് ഒരു സെക്കൻഡോട് കൊടുത്താൽ മതി. പക്ഷെ ഇപ്പത്തെ ശൈഖന്മാരുണ്ടല്ലോ, ഓൽക്ക് കിട്ടൂല, ചോദിച്ചാലും കിട്ടൂല. അങ്ങനെ ഉണ്ടോ? ഒരു നിസ്കാരത്ത് ത്വഹാറത്തിന്റെ ബാബ് ഈ